റേഡിയോ CU ടോക്ക് ഓണിൽ ദേശീയ വിദ്യാഭ്യാസ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച കേൾക്കാം. പങ്കെടുക്കുന്നവർ കാലിക്കറ്റ് സർവകലാശാല എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ഗഫൂർ കെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റീഷ, വിദ്യാർത്ഥികളായ ഫമീന പി, ശ്രുതി മോഹൻ, ബിൻസി TK, അഖില CS, സയ്യിദ് റബ, ഗവേഷക വിദ്യാർത്ഥിയായ ഡെസ്മിൻ ഡേവിസ്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ ITEP രാജ്യത്തുടനീളമുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ 2023-24 അക്കാദമിക സെഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 2021 വിജ്ഞാപനം ചെയ്ത ITEP BA BEd, BSc BEd, BCom BEd എന്നിവ വാഗ്ദാനം ചെയ്യുന്ന 4 വർഷത്തെ ഡ്യുവൽ മേജർ ഹോളിസ്റ്റിക് ബിരുദമാണ്. പുതിയ സ്കൂൾ ഘടനയുടെ അടിസ്ഥാനം പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി അഥവാ 5+, 3+, 3+4 എന്നീ 4 ഘട്ടങ്ങളിലേക്ക് അധ്യാപകരെ ഈ കോഴ്സ് തയ്യാറാക്കും. പ്രശസ്ത കേന്ദ്ര, സംസ്ഥാന, സർക്കാർ സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലും തുടക്കത്തിൽ പൈലറ്റ് മോഡിലാണ് ഈ പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്നത്. സെക്കൻഡറിക്ക് ശേഷം അധ്യാപനം ഒരു തൊഴിലായി തിരഞ്ഞെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ITEP ഇഷ്ടാനുസരണം ലഭ്യമാകും. ഈ സംയോജിത കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് നിലവിലെ BEd പ്ലാൻ അനുസരിച്ച് 5 വർഷത്തിന് പകരം 4 വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കുന്നതിലൂടെ 1 വർഷം ലാഭിക്കാം. മുഴുവൻ അധ്യാപക വിദ്യാഭ്യാസ മേഖലയുടെയും പുനരുജ്ജീവനത്തിന് ഈ കോഴ്സ് ഗണ്യമായ സംഭാവന നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ITEPനെ കുറിച്ചുള്ള ആശങ്കകളും സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച് സംവദിക്കാനായി എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. എൻ്റെ ചോദ്യം ഇതാണ്. ITEP എന്ന ആശയത്തെ നിലവിലുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? നിലവിലുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പ്രധാനമായും 4 തോന്നുന്നു. ഒന്ന്, പ്രീ പ്രൈമറി തലത്തിലുള്ള അധ്യാപക പരിശീലനം രാജ്യത്തുടനീളം വളരെ അനൗപചാരികമായ നിലയിലാണ് നടക്കുന്നത്. പ്രൈമറി തലത്തിൽ ഉള്ള അധ്യാപക പരിശീലനം 2 വർഷവും അതേപോലെ സെക്കൻഡറി തലത്തിലുള്ള അധ്യാപക പരിശീലനം ഇപ്പോൾ 2 വർഷവുമാണ്. ഇതെല്ലാം 4 വർഷ ഡിഗ്രിയായി, സംയോജിത ഡിഗ്രിയായി മാറ്റാനാണ് ITEP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രീ പ്രൈമറി തലം തൊട്ട്, അതിന് പറയുന്നത് ഫൗണ്ടേഷൻ തലം എന്നാണ് ഇപ്പോൾ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നത്. അതേപോലെ അത് -3 മുതൽ 3ാം ക്ലാസ് വരെയുള്ള കാലഘട്ടമാണ്. 3 മുതൽ 5 വരെയുള്ള കാലഘട്ടത്തെ പ്രിപ്പറേറ്ററി എന്നും 6 മുതൽ 8 വരെയുള്ളതിനെ മിഡിൽ എന്നും 9 മുതൽ 12 വരെയുള്ളതിനെ സെക്കൻഡറി എന്നുമാണ് ഇപ്പോൾ സ്കൂൾ തലത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 4 തലത്തിലുള്ള അധ്യാപകരാവണമെങ്കിലും 4 വർഷത്തെ സംയോജിത ITEP യോഗ്യത ഉണ്ടായിരിക്കണമെന്ന് 2030 ആ പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായും മാറ്റം വരുന്നത് എല്ലാ അധ്യാപക പരിശീലനവും 4 വർഷമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളത് മിക്കതും 2 വർഷമാണ്, അതിനു പകരം 4 വർഷമായിട്ട് മാറും. പ്രീ പ്രൈമറി തലത്തിൽ ഇപ്പോൾ ഉള്ള പരിശീലനം അനൗപചാരികമാണ്. അത് കൂടുതൽ ഔപചാരികമായി ഡിഗ്രി ഉള്ളവർക്കേ അവിടെ പോലും പഠിപ്പിക്കാൻ യോഗ്യത ഉള്ളൂ എന്ന് വരും. ഇതാണ് പ്രധാനമായിട്ടും മാറ്റം വരുന്നത്. അതേപോലെ ഇപ്പോൾ ഉള്ള അധ്യാപക പരിശീലനം ഡിഗ്രിയോ അല്ലെങ്കിൽ അക്കാദമിക യോഗ്യതയോ നേടിയതിന് ശേഷം അധ്യാപക പരിശീലനം നേടുക എന്നുള്ളതാണ്. ITEP വരുമ്പോൾ ഇത് 2 കൂടെ ഒന്നിച്ച് നേടുക എന്നുള്ള ഒരു സ്ഥിതിയിലോട്ട് മാറ്റം വരും. സാർ, ഇതിൻ്റെ തുടർച്ചയായിട്ട് 2 വർഷത്തെ പരമ്പരാഗത BEd കോഴ്സ് 4 വർഷത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അതിനെ 2 രീതിയിൽ കാണാം. ഒന്ന്, സ്കൂളിൻ്റെ താഴെ തലങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫൗണ്ടേഷൻ തലം, പ്രിപ്പറേറ്ററി തലം, മിഡിൽ തലം, ഇവിടെയൊക്കെയുള്ള അധ്യാപകർ ഇപ്പോൾ ഡിഗ്രി ഇല്ലാതെ, ഒരു ബിരുദമില്ലാതെ അധ്യാപകരാവുന്നവരാണ്. അവർ ഒന്നുകിൽ 10ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെയോ പഠിക്കുകയും പിന്നീട് 2 വർഷത്തെയോ 1 വർഷത്തെയോ അധ്യാപക പരിശീലനം നേടുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ബിരുദമില്ല. അപ്പോൾ ബിരുദത്തോടു കൂടിയവരെ എല്ലാവരും അധ്യാപകരാവൂ എന്നുള്ളതും, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് താഴ്ന്ന സ്കൂളിലെ
താഴ്ന്ന തലങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അധ്യാപന പരിശീലനം നേടിയ കൂടുതൽ അക്കാദമിക യോഗ്യതയുള്ള അധ്യാപകരെ കിട്ടും എന്നുള്ളതും ഈ പദ്ധതിയുടെ നേട്ടമാണ്. അതേപോലെ സെക്കൻഡറി തലത്തിലുള്ള ഇപ്പോഴത്തെ അധ്യാപകർ 2 തലത്തിൽ കാണാം. ഒന്ന് ബിരുദവും പിന്നീട് 2 വർഷ B.Ed പ്രോഗ്രാമും നേടിയവരാണ് ഒരു കൂട്ടർ. മറ്റുള്ളവർ ബിരുദാനന്തര ബിരുദവും അധ്യാപക പരിശീലനം 2 വർഷത്തേക്കും നേടിയവരാണ്. അപ്പോൾ ഇവർക്ക് അതിന് പകരം 1 വർഷം ലാഭിച്ചുകൊണ്ട് ബിരുദവും 2 വർഷ അധ്യാപക പരിശീലനവും നേടുന്നതിന് പകരം ബിരുദവും 1 വർഷത്തെ അധ്യാപക പരിശീലനവും എന്നുള്ള രീതിയിൽ 4 വർഷമായിട്ട് ചുരുങ്ങുന്നു എന്നുള്ളത് സെക്കൻഡറി തലത്തിലുള്ള അധ്യാപക പരിശീലനത്തിൻ്റെ സമയക്രമം അല്പം കുറക്കാനും അതിൻ്റെ ആകർഷണീയത കൂട്ടാനും സഹായിക്കും. അതിനേക്കാളൊക്കെ ഇതിനെ നമ്മൾ പ്രാധാന്യത്തോടു കൂടെ കാണേണ്ടത് ഇപ്പോൾ അധ്യാപകരാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പഠനമെല്ലാം കഴിഞ്ഞ് മറ്റൊരു ജോലിയും കിട്ടാത്തപ്പോൾ അധ്യാപകരാവാൻ നിശ്ചയിക്കുന്നവരാണ്. ഇനി മുതൽ 12ാം ക്ലാസ് കഴിയുന്നതോടുകൂടെ ഒരു കുട്ടി അധ്യാപന മേഖലയിൽ താല്പര്യമുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ച് അധ്യാപക പരിശീലനം നേടുകയും വേണം. ഫലത്തിൽ അധ്യാപക പരിശീലനത്തിൻ്റെ കാലാവധി 2 വർഷത്തിൽ നിന്നോ 1 വർഷത്തിൽ നിന്നോ 4 വർഷമായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും അധ്യാപക പരിശീലനത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതാണ് ആശിക്കുന്നത്. സർ, അങ്ങനെയെങ്കിലും ഒരു സംശയം, 3 വർഷം ഡിഗ്രിയും 2 വർഷം B.Edഉം അടക്കം 5 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട കോഴ്സ് 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ആ കോഴ്സിൻ്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കാൻ സാധിക്കുമോ? ഇപ്പോഴുള്ള അധ്യാപക പരിശീലനത്തോട് താരതമ്യം ചെയ്താൽ സംയോജിത അധ്യാപക വിദ്യാഭ്യാസ പദ്ധതി കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഡിഗ്രിയോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമോ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി 2 വർഷത്തേക്ക് മാത്രം അധ്യാപനത്തെക്കുറിച്ച് ചിന്തിക്കുകയും പരിശീലനത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനു പകരം +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി 4 വർഷം തൻ്റെ വിഷയത്തെക്കുറിച്ചും അതെങ്ങനെ പഠിപ്പിക്കുമെന്നും അതിനുള്ള പരിശീലനവും ആർജിക്കുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപക പരിശീലനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ അത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പരിശീലനമായിരിക്കും. സർ, ശരിക്കും പ്രൈമറി തലം മുതൽ സെക്കൻഡറി തലം വരെ ഓരോ കുട്ടികളെയും പഠിപ്പിക്കുന്നത് വ്യത്യസ്ത സ്കില്ലും ട്രെയിനിങ്ങും ആവശ്യമാണ്. അപ്പോൾ TTCയും B.Edഉം ഇല്ലാതാവുമ്പോൾ സ്കൂൾ തലത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് ഇതെങ്ങനെ ട്രെയിനിങ് നമുക്ക് നൽകാൻ കഴിയും? ഇപ്പോൾ ITEP പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ 4 തലത്തിലേക്കാണ്. ഒന്ന് ഫൗണ്ടേഷൻ തലം, അത് നടത്തുന്ന സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പ്രോഗ്രാമുകളും പ്രിപ്പറേറ്ററി തലത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രിപ്പറേറ്ററി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏകദേശം UP എന്ന് പറയുന്ന തലമാണ്. UPയുടെ മേലെ ഉള്ളൊരു തലത്തിൽ മിഡിൽ എന്ന് പറയുന്നുണ്ട്, ഹൈസ്കൂളിൻ്റെ 8ാം ക്ലാസ് വരെയുള്ള തലത്തിന്. ദെൻ സെക്കൻഡറി ഉണ്ട്. ഈ 4 തലത്തിനും വെവ്വേറെ അധ്യാപക പരിശീലനമാണ്. നമ്മൾ പൊതുവായി പേര് സംയോജിത അധ്യാപക പരിശീലനം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് 4 തരം അധ്യാപക പരിശീലനമാണ്. അവർക്ക് കൊടുക്കുന്ന അക്കാദമിക ഡിഗ്രികളും അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഈ ബോധനപരമായിട്ടുള്ള നമ്മൾ പെഡഗോഗി എന്ന് പറയുന്ന അതിൽ കൊടുക്കുന്ന സ്പെഷ്യലൈസേഷനും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ തലത്തിനും അനുസരിച്ചിട്ടുള്ള കുട്ടികളുടെ വികാസം, അവരുടെ ബോധന രീതികൾ, അവർക്കനുസരിച്ച അക്കാദമിക കോഴ്സുകൾ, ഇതെല്ലാം 4 തലത്തിലുള്ള സംയോജിത അധ്യാപക വിദ്യാഭ്യാസ പദ്ധതിയിലും വെവ്വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള B.Ed അല്ലെങ്കിൽ TTC അല്ലെങ്കിൽ DLED എന്ന് തുടങ്ങിയ ആ വൈവിധ്യത്തിനേക്കാൾ ഏറെ വൈവിധ്യം തീർച്ചയായിട്ടും ITEPൽ ഉണ്ടായിരിക്കും. സർ, നിലവിൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷത്തെ കോഴ്സിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ സാധിക്കും? ഇപ്പോൾ ഉള്ള പദ്ധതി അനുസരിച്ച് 3 വർഷം അക്കാദമിക യോഗ്യതകളും, അതായത് നമ്മൾ പഠിക്കുന്ന വിഷയം ഉണ്ടല്ലോ, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അല്ലെങ്കിൽ മൈക്രോബയോളജിയോ, അത് +2 ആണെങ്കിൽ തീർച്ചയായിട്ടും വിവിധ വിഷയങ്ങളുണ്ടാവും. +2 എന്തെല്ലാം വിഷയങ്ങൾ അക്കാദമികമായി പഠിപ്പിക്കേണ്ടതുണ്ടോ അതെല്ലാം പഠിക്കുന്ന തരത്തിലുള്ള അധ്യാപക വിദ്യാഭ്യാസ പദ്ധതികളും ഉണ്ടായിരിക്കും. അതിന് പുറമേ 4ാമത്തെ വർഷം ഇപ്പോൾ നമ്മൾ അധ്യാപക വിദ്യാഭ്യാസ പദ്ധതികളിൽ ചെയ്യുന്ന പോലെ പരിശീലനം, സ്കൂളിൽ നേരിട്ട് പോയിട്ടുള്ള പരിശീലനം 4ാമത്തെ വർഷം കൂടുതൽ
അതിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താനാണ് പദ്ധതി. അപ്പോൾ 4ാമത്തെ വർഷം തീർച്ചയായിട്ടും അധ്യാപക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള നേരിട്ടുള്ള സ്കൂൾ തല പരിശീലനമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള പരിശീലനത്തിൽ നിന്ന് അല്പം പോലും കുറവ് സംഭവിക്കാൻ സാധ്യതയില്ല. സർ, അങ്ങനെയാണെങ്കിൽ ഒരു സംശയം കൂടിയും, ഐടെപ്പ് പൂർത്തിയായവർക്ക് ബിരുദാനന്തര ബിരുദം ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ എപ്രകാരമായിരിക്കും? ബിരുദാനന്തര ബിരുദം 2 രീതിയിൽ ഈ വിദ്യാർത്ഥികൾക്ക് ചെയ്യാനാവും. ഒന്ന്, അവരുടെ പരമ്പരാഗത അക്കാദമിക് കോഴ്സുകളിൽ ഏതൊക്കെയാണോ അവർക്ക് താല്പര്യം, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ക്രാഫ്റ്റോ സ്പോർട്സോ ഒക്കെ എടുത്ത കുട്ടികൾക്ക് ആ വിഷയങ്ങളിൽ മറ്റ് 4 വർഷ 3 വർഷ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ അവരുടെ PGകൾ ചെയ്യാൻ പറ്റും. അതായത് സംയോജിത 4 വർഷ അധ്യാപക വിദ്യാഭ്യാസ പദ്ധതി പൂർത്തിയാക്കുന്ന ഒരു കുട്ടിക്ക് മറ്റേതൊരു 3 വർഷ ഡിഗ്രി ചെയ്യുന്ന കുട്ടിയോടൊപ്പം പോകുന്ന ഒരു ഡിഗ്രി നൽകുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ തിരഞ്ഞെടുത്ത വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, PGക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ അധ്യാപക പരിശീലന മേഖലയിലും അവർക്ക് ഒരു ഡിഗ്രി ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ തുടർ ഡിഗ്രിയായ M.Ed പ്രോഗ്രാമിലോട്ടും പ്രവേശിക്കാൻ കഴിയും. 2 സാധ്യതകൾ ഒരു പ്രോഗ്രാമിലൂടെ അവർക്ക് തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. സർ, 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് B.Ed കോഴ്സ് പ്രാബല്യത്തിൽ വരുമ്പോൾ M.Ed കോഴ്സിൻ്റെ സാധ്യതകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യവും എങ്ങനെയാണ്? 4 വർഷ B.Ed പ്രോഗ്രാമിൻ്റെ വെളിച്ചത്തിൽ M.Edന് വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ദേശീയ തലത്തിൽ ഇപ്പോഴും പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് നമ്മളുടെ M.Ed പ്രോഗ്രാമിനെ മാറ്റിയിട്ടില്ല. എന്നിരുന്നാലും കൂടുതൽ വൈവിധ്യമുള്ള M.Ed പ്രോഗ്രാംസ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ദേശീയ തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും വിവിധ തലത്തിൽ BSc B.Ed BA B.Ed BCom B.Ed നൽകാനാണ് ഐടെപ്പ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് പ്രിപ്പറേറ്ററി തലത്തിലുള്ള BSc BA BCom B.Ed പ്രോഗ്രാംസ്, അതേപോലെ ഫൗണ്ടേഷൻ തലത്തിന് 3 തരം ഡിഗ്രികൾ BCom BSc BA B.Ed പ്രോഗ്രാംസ്, സെക്കൻഡറി തലത്തിന് അങ്ങനെ കൂട്ടിയാൽ 12 തരത്തിലെങ്കിലും ഐടെപ്പ് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ ഈ 4 തലത്തിനുള്ള, അതായത് ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി തലത്തിലുള്ള അധ്യാപക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാൻ ആവശ്യമായ അധ്യാപകരെ വെവ്വേറെ M.Ed പ്രോഗ്രാമിലൂടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മിക്കവാറും എല്ലാ M.Ed പ്രോഗ്രാംസും സെക്കൻഡറി തല അധ്യാപക പരിശീലനത്തിനു വേണ്ടി അധ്യാപകരെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിനു പകരം 4 തലത്തിലുള്ള B.Edനെയും BSc BA B.Ed അതിന് 4 തലത്തിനെയും വെവ്വേറെ രീതിയിലുള്ള അധ്യാപകരെ സൃഷ്ടിക്കാൻ 4 തരം M.Ed പ്രോഗ്രാമെങ്കിലും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴേ നമുക്ക് 2 തരം M.Ed പ്രോഗ്രാം ഉണ്ട്. M.Ed സെക്കൻഡറി, M.Ed എലമെൻ്ററി. M.Ed എലമെൻ്ററി എന്നുള്ളത് അത്ര നമ്മൾ എല്ലാവരും സുപരിചിതമായിട്ടില്ല എന്നേ ഉള്ളൂ. വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ തന്നെ അത് നിലവിലുണ്ട്. അതിനു പകരം 4 തലത്തിലുള്ള M.Ed പ്രോഗ്രാം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ കുറേ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുറേ MA പ്രോഗ്രാംസ് അല്ലെങ്കിൽ MS പ്രോഗ്രാംസും ഇതോടൊപ്പം വരാൻ വഴിയുണ്ട്. അത് M.Ed പ്രോഗ്രാം ആയിട്ടല്ല വരിക. ഇപ്പോൾ നമ്മൾ പറയുന്ന കുറേ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, എഡ്യൂക്കേഷണൽ ടെക്നോളജി, അല്ലെങ്കിൽ മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. M.Edൻ്റെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഈ മേഖലകളിലൊക്കെ PG പ്രോഗ്രാംസ് M.Ed അല്ലാതെ ഒരു മാസ്റ്റേഴ്സ് ലെവലിൽ വരാനും സാധ്യതയുണ്ട്. അത് ചർച്ചയിലാണ്. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ച എന്നോണാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സർ, ഈ വരുന്ന ഐടെപ്പ് പ്രോഗ്രാം നെറ്റ്, സെറ്റ്, ടെറ്റ് പോലെയുള്ള യോഗ്യതാ പരീക്ഷയെ എങ്ങനെ ബാധിക്കും? ടെറ്റ്, സെറ്റ് പരീക്ഷകൾ യഥാർത്ഥത്തിൽ നിലവിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ ഒരു അവകാശം എന്നുള്ള നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ, ഗുണനിലവാരമുള്ള അധ്യാപകരാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് സെറ്റും അതേപോലെ തന്നെ ടെറ്റും. ഈ പരീക്ഷകൾ ഇനിയും തുടരും. 4 വർഷ B.Ed പ്രോഗ്രാം ആയാലും ഇതെല്ലാം പഠിക്കുന്ന അധ്യാപകർക്ക് പഠനശേഷം വേണ്ട ഗുണനിലവാരമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന പൊതുവായ ഗുണനിലവാരവും ഒരു
സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പരീക്ഷകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് വിദ്യാഭ്യാസം ഒരു അവകാശം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഏതൊരു കുട്ടിയുടെയും അവകാശമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനും അതുവഴി എല്ലാ അധ്യാപകർക്കും വേണ്ട ഗുണനിലവാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി കൊണ്ടുവന്ന ഒരു മാറ്റമാണ്. ആ മാറ്റം ഇനിയും തുടരും. സർ, അതുപോലെ 3 വർഷം ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് BEd അതുപോലെ തന്നെ DLEd കോഴ്സുകൾ എടുക്കാനുള്ള സാഹചര്യം ഈ സംവിധാനം ഒരുക്കുന്നുണ്ടോ? ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് 3 വർഷ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരോ 2 വർഷ PG കഴിഞ്ഞവർക്കോ ഒരു 4 വർഷ ITEP പ്രോഗ്രാം ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് തീർച്ചയായിട്ടും അധ്യാപനത്തിലോട്ട് പ്രവേശിക്കാൻ വേണ്ട വഴക്കമുള്ള രീതിയിൽ 1 വർഷത്തെയോ 2 വർഷത്തെയോ അധ്യാപക പരിശീലന പ്രക്രിയ ഇനിയും തുടരും. അത് വളരെ വ്യാപകമായി ഇപ്പോൾ BEd ഉള്ള പോലെ ഉണ്ടാവുക 4 വർഷ പ്രോഗ്രാമാണ്. കുറച്ച് ആളുകൾക്ക് മാത്രം പിന്നീട് അധ്യാപനത്തിലോട്ട് പ്രവേശിക്കാൻ ആവശ്യമായ ഒരു അവസരം എന്നുള്ള നിലക്ക് ഇനിയും 2 വർഷത്തെയോ 1 വർഷത്തെയോ BEd പ്രോഗ്രാംസ് തുടരാനാണ് സാധ്യത. ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിൽ 2 വർഷം ഉണ്ടാവും, PG കഴിഞ്ഞവർക്കാണെങ്കിൽ 1 വർഷമുള്ള പ്രോഗ്രാമുകൾ ഇനിയും തുടരും. സാർ, ഈ ITEPൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് ITEP പ്രോഗ്രാം ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് നടത്തുന്നത്? നമ്മുടെ ക്യാമ്പസിൽ ITEP നടത്തുന്നതിനുള്ള സാധ്യതകൾ ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ ഉള്ള പദ്ധതി അനുസരിച്ച് ITEP പ്രോഗ്രാംസ് നൽകുന്നത് ദേശീയ തലത്തിൽ ഒരു അപേക്ഷ ക്ഷണിക്കുകയും അതിൽ നിന്ന് ഗുണനിലവാരം ഉള്ള ഒരു ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുത്ത സ്ഥാപനങ്ങൾക്ക് മാത്രം ഈ പദ്ധതി നൽകുകയുമാണ് ചെയ്യുന്നത്. കാരണം 2030 മാത്രമേ എല്ലാ അധ്യാപക പരിശീലന പദ്ധതികളും 4 വർഷത്തോട്ട് മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതാണ് ഇപ്പോഴുള്ള പദ്ധതി. അപ്പോൾ അതുവരെയുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് BEd പ്രോഗ്രാംസും ഇപ്പോഴുള്ള DLEd പ്രോഗ്രാംസൊക്കെ ഇതേപോലെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പൊടുന്നനെ ഒരു മാറ്റം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അല്പം കഴിഞ്ഞ് മാറ്റം വരാൻ സാധ്യതയുണ്ട്. ITEP പ്രോഗ്രാം ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് നടത്തുന്നത്? നമ്മുടെ ക്യാമ്പസിൽ ITEPൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ITEP ഇപ്പോൾ നൽകി വരുന്നത് ദേശീയ തലത്തിൽ പ്രത്യേകം തിരഞ്ഞെടുത്ത കുറച്ച് സ്ഥാപനങ്ങളിൽ മാത്രമാണ്. കേരളത്തിൽ എൻ്റെ അറിവിൽ 3 സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ ITEP പ്രോഗ്രാം ഉള്ളത്. ഒന്ന് കേരള കേന്ദ്ര സർവകലാശാല കാസർഗോഡ്, 2 NIT കോഴിക്കോട്, 3 കൊച്ചിനിൽ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ചിന്മയ സ്ഥാപനത്തിൽ ഉണ്ട്. നമ്മളുടെ സർവകലാശാലയിൽ 2 പ്രാവശ്യമായി ITEPന് വേണ്ട അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അപേക്ഷ നിലനിൽക്കുകയാണ്, അത് പരിഗണനയിലാണ്. ഇതേപോലെ മറ്റ് സർവകലാശാല ക്യാമ്പസുകളും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ഇതേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പല ഓട്ടോണോമസ് സ്ഥാപനങ്ങളും കോളേജുകളും ഈ വർഷത്തെ 2024-25 വർഷം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അനുവദിക്കുകയാണെങ്കിൽ 2026 കൂടെ ചില സ്ഥാപനങ്ങളിലെങ്കിലും വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. 1 കേന്ദ്ര സർവകലാശാല, 2 NIT, 3 ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. സംസ്ഥാന തലത്തിലുള്ള സർവകലാശാലകളിലോ കോളേജുകളിലോ ഇപ്പോൾ ITEP വന്നിട്ടില്ല. സ്ഥാപനങ്ങൾ പലതും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടെ നയത്തിനും റിസോഴ്സിൻ്റെ ലഭ്യതക്കും അനുസരിച്ചായിരിക്കും അത് അനുവദിക്കുന്നത്. അതേപോലെ തന്നെ വേണ്ട ചില നിലവാരങ്ങൾ NCTE അതിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലവാരം ഈ സ്ഥാപനങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു പരിശോധനയ്ക്ക് വിധേയമായിട്ടായിരിക്കും പുതിയ പദ്ധതികൾ അനുവദിക്കുക. ഏതായാലും 2030 കൂടെ നമ്മളുടെ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇത് വരുമെന്നുള്ളത് ഉറപ്പാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയാണ് ഇപ്പോൾ കേട്ടത്. അവതരണം കാലിക്കറ്റ് സർവകലാശാല എഡ്യൂക്കേഷൻ വിഭാഗം.